ഹലോ, ഉമ്മീസ് കുക്കിംഗ് ഡെൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. കഞ്ഞിൽക്കും ചോറിൽക്കൊക്കെ കഴിക്കാൻ പറ്റണേ. കുറച്ച് ചുവന്നുള്ളി, ഒരു 12 വറ്റൽമുളകുണ്ട്. എരിവ് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. പിന്നെ കുറച്ച് പുളി നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വെക്കുക. പുളിയുടെ വെള്ളം നമ്മളെടുക്കുക നല്ലോണം പിഴിഞ്ഞിട്ട് ചമ്മന്തിക്ക്. പൊതിർന്ന് വരട്ടെ. നമുക്ക് മുളകും ഉള്ളിലേക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചു. എണ്ണയൊന്നും ഒഴിക്കണ്ട, നമ്മൾ ചട്ടിയിലിട്ടിട്ട് മുളക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ മുളകൊക്കെ വറുവായി. നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ മുളകൊക്കെ വറുത്തെടുത്തു. ഇനി ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചെറിയ ഉള്ളി ഇതിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ വാടി വന്നു. നമുക്കിത് ചൂട് പോയിട്ട് ചമ്മന്തി തയ്യാറാക്കാം. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ വറുത്തെടുത്ത് ആദ്യം മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉള്ളി വാട്ടിയതിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, പുളിവെള്ളം 2 സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി, നല്ലോണം അരക്കരുത്. അങ്ങനെ നമ്മളെ ചമ്മന്തി ഇതാ റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കഞ്ഞിവെള്ളം കൂടി ഒഴിക്കാം. നല്ല മിക്സ് ചെയ്യുക. ഇത് നമ്മൾ കഞ്ഞിൽക്കും ചോറിൽക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ നല്ല അരഞ്ഞു പോകരുത്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നല്ല മിക്സ് ചെയ്യുക. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.